ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്റെ ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് അലമാര അടുക്കി പറക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അലമാര എങ്ങനെയാണ് തുണികളൊക്കെ അടുക്കി വെക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ അലമാര തുണിയെല്ലാം അടുക്കി പറക്കി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു 100 വ്യൂസ് എങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു 350 എബോ വ്യൂസ് അതിനുണ്ടായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ഞാൻ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്. ഷോർട്സിനും ആണെങ്കിലും ഒരു 500 അതിൽ കൂടുതലൊക്കെ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലൈക്സും വ്യൂസും കണ്ടിട്ടാണ് മുന്നോട്ട് എനിക്ക് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ അലമാരയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഒരു 2 മാസമായിട്ടുണ്ടാവും ഞാൻ അലമാര ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട്. എപ്പോഴും അടുക്കിയൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഒരു കല്യാണമൊക്കെ വന്നപ്പോഴത്തേക്ക്, സത്യം പറഞ്ഞാൽ കല്യാണമൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, മൊത്തത്തിൽ അലമാര കുളമായിപ്പോവും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അടുക്കിയിട്ടില്ല. ഞാൻ അലമാരയുടെ ഏറ്റവും മണ്ടയിലത്തെ തട്ടാണ് ആദ്യം അടുക്കുന്നത്. ഓരോ തട്ടിലുള്ളത് ഇറക്കി അടുക്കുവാണെങ്കിൽ അത്ര എളുപ്പമല്ലേ. ആദ്യം ഞാൻ മേളിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇടുന്ന ഡ്രസ്സുകളാണ്, സാരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. എൻ്റെ സാരിയും ഏട്ടൻ്റെ ജീൻസും ഷർട്ടും സാരിയുടെ മാച്ചിങ്സും എല്ലാമാണ് മേളിൽ വെക്കുന്നത്. അതൊക്കെ നമ്മൾ അധികം അങ്ങനെ എടുക്കുന്നില്ലല്ലോ എപ്പോഴും. അതുകൊണ്ട് ആ ഒരു തട്ട് മാത്രം നീറ്റായിട്ടിരിക്കും കേട്ടോ. അതും പിന്നെ എൻ്റെ ഡ്രസ്സ് ഇരിക്കുന്നിടത്ത് നീറ്റായിട്ടായിരിക്കുന്നത്. ഏട്ടൻ്റെ ഷർട്ടൊക്കെ എടുക്കുമ്പോഴേ ഉള്ളൂ അവിടെയൊക്കെ ഇത്തിരിയെങ്കിലും കുളമാവുന്നത്. ഏട്ടൻ ഒരു ഷർട്ടിടും, 2 ഷർട്ടിടും, മൂന്നാമത്തേലേ ഫിക്സ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ആ ഷർട്ടെല്ലാം കൂടെ ചുരുട്ടി അവിടെ വെച്ചിട്ടു. മുകളിൽ അങ്ങനെ ഏട്ടൻ്റെ ജീൻസ് എല്ലാം ഒരിടത്ത് അടുക്കി വെച്ച്, പിന്നെ ഷർട്ട് എല്ലാം ഒരിടത്ത് അടുക്കി വെച്ച്. നമ്മൾ ഈ ജീൻസ് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ അടുക്കി വെക്കണം, ഷർട്ടെല്ലാം ഒരേ ഇതിൽ, സാരി എല്ലാം ഒരേ രീതിയിൽ. അങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തുണി അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ജീൻസ് എല്ലാം ഒരേ ടൈപ്പായിട്ട് വെച്ചേക്കുന്നത്, ഷർട്ടെല്ലാം ഒരേ സൈസായിട്ട് അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ തമ്പുരുവിൻ്റെ ഡ്രസ്സൊക്കെ ഒരു കുഞ്ഞ് ആ തട്ടാണ് അടുത്തത്. അപ്പോൾ അതിന് മുമ്പ് പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ആ തട്ടിൽ ഞാൻ ഇതേപോലെ പേപ്പർ വിരിച്ചിട്ട് ഫ്രോക്കെല്ലാം, കുഞ്ഞിൻ്റെ ഫ്രോക്കും ക്യാഷ്വലായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പേപ്പർ വിരിച്ചിട്ട് കുഞ്ഞിൻ്റെ ഫ്രോക്കെല്ലാം ഞാൻ അങ്ങോട്ട് മടക്കി. ഫ്രോക്ക് മടക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ആദ്യമൊക്കെ ഞാൻ മടക്കി വെക്കുമായിരുന്നു. അന്നേരം ഒരെണ്ണം എടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വീഴുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാനിതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യും. ഈ ഫ്രോക്കില്ലേ, റോൾ ചെയ്തിട്ട് അതിൻ്റെ വള്ളി ഉണ്ടല്ലോ, ആ വള്ളി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി ചുറ്റി അതിനകത്തോട്ട് തന്നെ തിരികെ വെക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു റോളായിട്ട് ഇങ്ങനെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അടുക്കി വെക്കാനും കാണാനും നല്ല ഭംഗി, അടുക്കിയായിട്ട് കുറേ ഫ്രോക്ക് ഇരുന്നോളും. മറ്റേത് നമ്മൾ ഇത്രയും ഫ്രോക്ക് വയ്ക്കുമ്പോഴത്തേക്കും നിറയെ സ്ഥലവും കിട്ടത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ അധികം ഫ്രോക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും, കുറേ സ്ഥലം ലാഭിക്കാൻ പറ്റും കേട്ടോ. ആ കുഞ്ഞ് ഡ്രോയ്ക്കകത്താണ് അവളുടെ അത്രയും ഫ്രോക്ക് ഞാൻ വെച്ചത്. ആ എല്ലാ ഫ്രോക്കും ഇതേപോലെ കേട്ടോ, ചുരുട്ടിയിട്ട് ആ വള്ളി ഇങ്ങനെ ചുറ്റി കെട്ടി ഇങ്ങനെ വെക്കും. ചിലതൊക്കെ അഴിയാതെ തന്നെ ഇരിപ്പുണ്ട്, കാരണം ചിലതൊന്നും ഇടുന്നില്ലല്ലോ. ഇപ്പോൾ സ്കൂളിലൊക്കെ ആയതുകൊണ്ട് അധികം നമുക്ക് കളർ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, എവിടെയെങ്കിലും പോകുമ്പോഴല്ലേ എടുക്കുന്നുള്ളൂ. കുറേ ഉടുപ്പുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഉടുപ്പുള്ളത് തമ്പുരുവിനുള്ള ഉടുപ്പിന് എണ്ണമില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കുന്നത് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുക. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറയും. പിന്നെ ഏട്ടൻ കഴിച്ചില്ലായിരുന്നു, അപ്പോൾ കഴിക്കാനൊക്കെ പറയുക. പിന്നെ അങ്ങനെ തമ്പുരുവിൻ്റെ ഫ്രോക്കെല്ലാം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക, എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അടുക്കാമെന്ന് വെച്ചാൽ. ആ തട്ടയിൽ ഞാൻ പേപ്പർ ഇടാനില്ലായിരുന്നേ. പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് വെച്ചു. പേപ്പർ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്ക് ദേവൂട്ടൻ ചെന്നിട്ട് പേപ്പർ ഇങ്ങനെ വലിച്ച് കീറും. അവിടുത്തെ പേപ്പർ തന്നെ കൃത്യമായിട്ട് വലിച്ച് കീറും. എത്തുന്ന അവിടെ അല്ലേ അവൻ്റെ ഡ്രസ്സും തമ്പുരുവിൻ്റെ ഡ്രസ്സും ഉള്ള ഭാഗത്ത് എപ്പോഴും പിടുത്തം വരുന്നത്. പിന്നെ അതെല്ലാം ആ റോൾ ചെയ്ത ഫ്രോക്കെല്ലാം കൂടെ ഞാൻ അടുക്കി വെക്കുകയാണ്. പിന്നെ കുഞ്ഞ് സ്കേർട്ടും ടീഷർട്ടും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതായിട്ട് മടക്കിയിട്ട് ഈ സൈഡിലായിട്ട്, ഇങ്ങേറ്റത്തെ സൈഡിലായിട്ട് വയ്ക്കും. ചെറിയ ക്രോപ്പ് ടോപ്പ്, ജീൻസ്, സ്കേർട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഫ്രോക്കെല്ലാം ആണ് ഇങ്ങനെ ചുരുട്ടി വെക്കുന്നത്. പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ലാച്ച, പട്ടോട അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊരു ബാഗുണ്ട്, മറ്റേ ഓർഗനൈസ് ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നേ. അതിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ മാത്രം ഞാൻ അവിടെ അങ്ങനെ അടുക്കി വെക്കും.
കുഞ്ഞിലത്തെ ഫ്രോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞാവകൾ ആരെങ്കിലും വരണം കൊടുക്കാൻ. 1-2 കുഞ്ഞാവകൾ വരാനുണ്ട്, അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ അതെല്ലാം അടുക്കി വെക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട് ഇതുവരെയായിട്ട് ഇട്ടിട്ട് പോലും ഇല്ല. ഒരു വട്ടം ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങാണ്ട് ഇട്ട്, പിന്നെ ഇട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോക്ക്. അതെല്ലാം അങ്ങനെ ചുറ്റിയൊക്കെ വെച്ചു. തീരുന്നില്ല തമ്പുരുവിൻ്റെത്, മടക്കിയിട്ട് കണ്ടോ. അങ്ങനെ ചുരുട്ടി വെച്ചപ്പോഴത്തേക്ക് കണ്ടോ അത്രയും ഫ്രോക്ക് അതിനകത്ത് കയറി. മറ്റേതാ മടക്കി വെക്കുമ്പോൾ ഇരിക്കത്തില്ല അത്രേ. അങ്ങനെ കണ്ടോ കുഞ്ഞ് വേറെ കുറേ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതും ഞാൻ ആ സൈഡിലായിട്ട് അങ്ങനെ മടക്കി വെച്ചു. അതാകുമ്പോൾ ആ സൈഡിൽ ഇങ്ങനെ മടക്കി ഇരുന്നോളൂ, ഇതിങ്ങനെ ഇരിക്കുകയും ചെയ്യാം. എന്നിട്ട് അതൊന്ന് താത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് ഫ്രോക്കും കൂടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. പിന്നെ അത്രേ അവിടെ വെച്ചോളൂ. ബാക്കി ബാഗിലാക്കി താഴെ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ എടുക്കാത്തത് കൊണ്ട് ബാഗിലാക്കി താഴെ വെച്ചു. പിന്നെ അടുത്ത് ഇരിക്കുന്നതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ്. എൻ്റെ ഡ്രസ്സ് കണ്ടോ, അതെല്ലാം മടക്കിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ എടുത്താൽ അതേപോലെ തന്നെ തിരിച്ചു മടക്കി വെക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ പേപ്പറൊക്കെ അവിടെ കണ്ടോ, അത് വലുതായിട്ട് എടുക്കാത്തത് കൊണ്ടും, പിന്നെ ഞാനിവിടെ തന്നെ ഇരിക്കുന്നത്, എവിടെ പോകാനോ, അതുകൊണ്ട് വലുതായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ അവിടെ ഒന്നും ചീത്തയായിട്ടില്ല. ഞാൻ പിന്നെ പേപ്പർ അവിടെ വിരിച്ചിട്ട് ഈ ഡ്രസ്സും എല്ലാം അവിടെ അടുക്കി വെക്കും. അതും ഇതേപോലെ ഒരേപോലത്തെ ടോപ്പ് ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ, ടോപ്പ് ചുരിദാർ അങ്ങനെയുള്ളതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ അതെല്ലാം ഒരേപോലെ തന്നെ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ മടക്കുന്നത്. ആ രീതിയിൽ തന്നെ മടക്കി വെക്കുമ്പോഴത്തേക്ക് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ആ ടോപ്പെല്ലാം ഞാൻ അവിടെ അടുക്കി വെക്കുകയാണ് ഗൈസ്. പണ്ടത്തെ ടോപ്പുകളാട്ടോ എല്ലാം, സത്യം പറഞ്ഞാൽ കുറേയൊന്നും ഇടുന്നില്ല. അടുക്കി മടുത്തു ഞാൻ. ടോപ്പെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. പിന്നെ പഴയതൊക്കെ ഞാൻ അടിയിലോട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം എപ്പോഴും എടുക്കുന്നത് മാത്രം മേളിൽ വെക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ പഴയ ടോപ്പൊക്കെ അടിയിലോട്ട് വെക്കുക. ഇത്രയൊക്കെ ഉണ്ടായാലും എവിടെയെങ്കിലും പോകാറാകുമ്പോൾ പറയും, അയ്യോ എനിക്കൊന്നും ഇല്ലല്ലോ. നിങ്ങൾ അങ്ങനെയാണോ കേട്ടോ? കമൻറ്റ് ചെയ്യണേ. ഇത്രയും തുണി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാറാകുമ്പോൾ പറയും എനിക്ക് ഇടാനായിട്ടൊന്നും ഇല്ലയെന്ന്. ഞാനങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. ഉടുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇടും. പിന്നെ ഷോളുണ്ടല്ലോ, നമ്മുടെ സ്കാർഫ്, ഷോള്, അതൊക്കെ ഞാനിങ്ങനെ കുഞ്ഞതായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെക്കും. എല്ലാവർക്കും അങ്ങനെ വയ്ക്കാൻ ചിലപ്പോൾ സ്ഥലം കിട്ടത്തില്ല. എനിക്ക് അവിടെ സ്ഥലം കിട്ടിയത് കൊണ്ട് ഒരു ഗ്യാപ്പല്ലേ, അപ്പോൾ തുണി ഇങ്ങോട്ട് മറിഞ്ഞ് വീഴാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഷോളും പിന്നെ ചെറിയ ലെഗിൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ മടക്കിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വെക്കും. അപ്പം ഷോൾ നമുക്ക് വേഗം എടുക്കാമല്ലോ, ഇങ്ങനെ കാണാനും പറ്റുമല്ലോ, വലിച്ച് താഴെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ടോപ്പെല്ലാം ഈ സൈഡിലും അപ്പുറത്ത് പഴയതൊക്കെ വെക്കുന്നുണ്ട്. മുകളിലായിട്ട് നല്ലത് വെക്കുവാണേ. നല്ലപോലെ മടക്കേണ്ട ആവശ്യമില്ല, കാരണം കണ്ടോ അതേപോലെ തന്നെ മടക്കിയ പോലെ തന്നെ ഇരിക്കുക. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് മടക്കി അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഷോളും പാൻറ്റും എല്ലാം ഇടയിൽ ഇങ്ങനെ ചുരുട്ടി അങ്ങനെ വെക്കുന്നു. സെറ്റായിട്ടുള്ളതൊക്കെ ഞാൻ ആ ടോപ്പിൻ്റെ അകത്ത് തന്നെ വെച്ച് മടക്കി വെക്കും. പിന്നെ ലെഗിൻസൊക്കെ നമ്മളിപ്പം എല്ലാത്തിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ചായിട്ട് ഇടുമല്ലോ, അതുകൊണ്ട് ലെഗിൻസ് എല്ലാം പാൻറ്റ് അതെല്ലാം ഞാൻ ഒരേപോലെ ഒരുമിച്ച് മടക്കി വെക്കും. സെറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചെൻ്റെ പുതിയതാണ്, അത് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വെക്കാമെന്ന് വെച്ചു. ഇനി ഇടണമല്ലോ, അങ്ങനെ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതൊക്കെ പഴയ ഷോളാണ്, പണ്ടത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കേട്ടോ, വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നേ. അതുമൊക്കെ ഞാൻ ആ ഇടയിലുള്ള സ്പേസിലോട്ട് മടക്കി വെച്ചു. പിന്നെ അതിൻ്റെ പാൻറ്റ് സെറ്റൊക്കെ അതിനകത്ത് തന്നെ വെച്ചു. പിന്നെന്താ അതിൻ്റെ ഷോളും വെച്ചു. ഇപ്പോൾ വെച്ച ടോപ്പിൻ്റെ ഷോളാണ് അതും വെച്ചു. പിന്നെ പാൻറ്റ് കുറച്ച് ആ സ്പേസിൽ വെക്കാൻ പറ്റിയ, ഇടയിൽ വെക്കാൻ പറ്റിയതെല്ലാം ഞാൻ അവിടെ തന്നെ വെച്ചു. അല്ലെങ്കിൽ ഈ തുണി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ നടുക്ക് സ്ഥലം കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് വീഴും, അതും ഒരു കാരണം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചത്. പിന്നെ ആ ചുരിദാർ വെച്ചു. പിന്നെ പാൻറ്റ് എല്ലാം അതേപടി തന്നെ ഇരിക്കുക. പാൻറ്റ്സ് ആ ലെഗിൻസ് ഒന്നും വലുതായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതെല്ലാം ഒരുമിച്ച് ഒരേപോലെ മടക്കിയിട്ട് അങ്ങനെ വെക്കുന്നതാണ്. വെച്ചിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ മതിയായില്ല, എന്തോ ഒരു സംതൃപ്തി തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയും മടക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിൽ കുറവ്, അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ നിന്ന് കുറച്ച് എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കാം, പെട്ടെന്ന് എടുക്കാൻ പറ്റിയതുണ്ടല്ലോ. എപ്പോഴും അവിടെ നിന്ന് പിന്നെ കുറച്ചെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച്, എന്നിട്ട് പാൻറ്റ് എല്ലാം എടുത്ത് ഇപ്പുറത്തെ സൈഡിലും വെച്ച്. അങ്ങനെ ആ തട്ടിൻ്റെ റെഡിയായി. പിന്നെ ആ മേളിലത്തെ ചെറിയൊരു കമ്പി ഉണ്ടോ, അവിടെ നമ്മൾ സാധാരണ ഷർട്ടൊക്കെ ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കുന്നതാണ്, പക്ഷേ ഏട്ടൻ അങ്ങനെ ഷർട്ട് തൂക്കിയിടുന്ന ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പിന്നെ മോളുടെ യൂണിഫോം ഉണ്ടല്ലോ, തമ്പുരുവിൻ്റെ യൂണിഫോം ഷർട്ടും ആ പെറ്റിക്കോട്ടും
സോക്സ് അതൊക്കെ ഞാൻ അവിടെയാണ് ഹാങ് ചെയ്യുന്നത്. കണ്ടോ, അവിടെ ഇങ്ങനെ ഹാങ് ചെയ്യും. അതാകുമ്പോൾ എടുക്കാൻ രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെ എളുപ്പം എടുത്ത് ഇടാമല്ലോ അവിടെ നിന്നാകുമ്പോൾ. മടക്കി വെക്കണ്ട. പിന്നെ ഞങ്ങൾ താഴത്തെ തട്ടിൽ എൻ്റെയും ഏട്ടൻ്റെയും വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് വെക്കുന്നത്. പിന്നെ ദേവൂട്ടൻ്റെ ഡ്രസ്സും ആ സൈഡിലായിട്ട് വെക്കുവേ. മോൻ്റെ ഡ്രസ്സ്, അവൻ്റെ ഡ്രസ്സ് വെക്കാൻ തമ്പുരുവിൻ്റെ ഡ്രസ്സ് ആ വെച്ചേക്കുന്ന പോലെ തന്നെ ഒരു ഡ്രോയിങ് കൂടെ ഉണ്ടെങ്കിൽ വെക്കാമായിരുന്നു. പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. എന്തായാലും തമ്പൂട്ടിക്കും ദേവൂട്ടനും കൂടെ ഒരു കുഞ്ഞലമാര മേടിക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. ഇനിയിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഒരു കുഞ്ഞലമാര മേടിക്കണം അവർക്ക്. അന്നേരം അവരുടെ തുണിയൊക്കെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അങ്ങനെ ആ തട്ടിലെ പേപ്പറൊക്കെ ഞാൻ പൊടി തട്ടുന്ന സാധനമാണ് നോക്കുന്നത്. അതവിടെ അങ്ങ് കണ്ടില്ലായിരുന്നേ. പിന്നെ ആ തുണി ഇനി അതിൻ്റെ പുറത്താണോ വാരിയിട്ടെന്ന് കരുതി പൊക്കി നോക്കിപ്പോണ്ടാവും, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞ് പേപ്പർ പിന്നെ വിരിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പേപ്പർ ഇല്ലായിരുന്നു കേട്ടോ. അവിടുത്തെ പേപ്പറൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കീറാത്ത ഭാഗം നോക്കി ഞാൻ മടക്കി ആ പേപ്പർ തന്നെ. വലിയ അഴുക്കൊന്നുമില്ല, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, തുണി വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് മടക്കി വെച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മേളിൽ നിന്ന് ഒരു അണ്ടർസ്കേർട്ട് അതിൻ്റെ കൂട്ടത്തിൽ മടക്കിയതുണ്ടായിരുന്നേ. അത് പിന്നെ ഞാൻ ആ ഉടുപ്പ് ചുരിദാറൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കൂടെ വെച്ച് പിന്നെ എടുത്ത് മേളിൽ വെക്കാമെന്ന് വെച്ചു. ബാക്കി വീട്ടിൽ ഇടുന്ന പഴയതൊക്കെ ഞാൻ ഒത്തിരി പഴയതുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് എടുക്കുന്നത് മാത്രം ആദ്യം വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പഴയതെല്ലാം അതേപടി ഇരുന്നെല്ലാം മടക്കുന്നില്ല. അതൊന്നും ഫോൾഡ് പോയിട്ടില്ലാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് എടുത്ത് വെക്കുകയാണ്. എൻ്റെ തുണി അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ മടക്കി വെക്കാറുള്ളത്. പൊങ്ങച്ചം പറയല്ല കേട്ടോ. എപ്പോഴും ഞാൻ അവിടെ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഇരിക്കും. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ആ ഡ്രസ്സൊക്കെ മടക്കി അവിടെ വെച്ചു. പഴയതൊക്കെ എടുത്ത് ആ മൂലയിലോട്ട് വെച്ചത്. ആദ്യം പിന്നെ ഇടുന്നതൊക്കെ ആദ്യമായിട്ട് അങ്ങോട്ടെടുത്ത് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 2 പഴയ 3/4 പാൻറ്റ് കിട്ടി. ഞാൻ ആ പാൻറ്റ് എവിടെ പോയി എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ട് നിന്നായിരുന്നു. ആ അടുക്കി പറക്കിക്കൊണ്ട് അന്നേരം ആ പാൻറ്റ് കിട്ടി. അതും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറക്കി വെച്ചു. പിന്നെ പഴയതൊക്കെ എടുത്ത് അപ്പുറത്ത് വെച്ചു. ഇടുന്നതൊക്കെ എടുത്ത് ഇപ്പുറത്തോട്ടും തന്നെ വെച്ചു. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഏട്ടൻ്റെ വീട്ടിൽ ഇടുന്നതും പിന്നെ വണ്ടിയെ പോകുമ്പോൾ മുണ്ടായിരിക്കും ചിലപ്പം. ഓട്ടോയിലാണ് പോകുന്നതെങ്കിലും മുണ്ടെടുക്കും. ബസ്സിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ജീൻസ് ഇടുമായിരിക്കും. അതുകൊണ്ട് മുണ്ടായിരിക്കും. മുണ്ടും കാക്കി ഷർട്ടും ഏട്ടൻ്റെ വീട്ടിൽ ഇടുന്ന ഷോർട്സ് ടീഷർട്ട് അങ്ങനെയുള്ള കുറച്ചേ ഉള്ളൂ ഏട്ടൻ്റെത്. അത് ബാക്കി ഞാൻ ഏറ്റവും താഴത്തെ ഒരു ബാഗിലാണ് വെച്ചിരുന്നത്, വലുതായിട്ട് എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ആ ഏട്ടൻ്റെ ഷർട്ടും ടീഷർട്ട് അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് എളുപ്പം എടുക്കുന്നതൊക്കെ കുറച്ച് മാത്രം എടുത്ത്. പിന്നെ കുറേ മുണ്ട് വെളിയിൽ കഴുകിയിട്ടതുണ്ട്, അതും കൂടെ ഇനി പറക്കി വെക്കുമ്പോഴത്തേക്ക് അവിടെ ഫില്ലായിക്കോളും. കുറച്ച് 3-4 ജോഡി അലക്കിയിട്ടേക്കുന്നുണ്ട്. പിന്നെ ദേവൂട്ടൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങേയറ്റത്ത് ആ സൈഡില്ലേ അവിടെ ആയിട്ടാണ് വെക്കുന്നത്. അത് ഞാൻ മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വലുതാവന് കേട്ടോ. അപ്പം ബർത്ത്ഡേക്കൊക്കെ കിട്ടിയ വലിയ സൈസാണ്. അതൊക്കെ ഞാൻ അതേപോലെ തന്നെ ഫോൾഡ്, അതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ ചിലതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഏറ്റവും അങ്ങ് ലാസ്റ്റ് വെക്കാമെന്ന് വെച്ചാൽ അത് എടുക്കുന്നില്ലല്ലോ. ഞാൻ മടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടാണെങ്കിലും ടീഷർട്ടാണെങ്കിലും എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഉണ്ടല്ലോ അത് അതിനകത്ത് തന്നെ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ നിക്കർ എവിടെ ഷർട്ട് എവിടെ എന്നും പറഞ്ഞ് തപ്പണ്ട. അതാകുമ്പോൾ ഓരോ ജോഡി ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അതിൻ്റെ സെറ്റായിട്ട്. പിന്നെ ടീഷർട്ടും അതുപോലെ തന്നെ, ടീഷർട്ട് ഇങ്ങനെ വിരിച്ചിട്ട് അതിനകത്ത് അതിൻ്റെ ഷോർട്സ് ഉണ്ടല്ലോ, ഷോർട്സ് അതിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് വെക്കും. അതാകുമ്പോഴത്തേക്ക് ഒരേ രീതിയിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും. നിങ്ങളിനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇത് ചെയ്യാനായിട്ട് അധികം പരിചയമൊന്നും വേണ്ട. നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ഞാനും ഇങ്ങനെയൊക്കെ കണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ തുണിയൊക്കെ മടക്കാൻ. എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നേ, എല്ലാ ഡ്രസ്സും ഇങ്ങനെ മടക്കി വെക്കുന്നത്. അത് കണ്ടിട്ടാണ് എനിക്ക് ഈ ശീലം കിട്ടിയത്. എനിക്ക് ഇങ്ങനെ തുണിയൊക്കെ അമ്മ ഇങ്ങനെ അടുക്കി നല്ലതായിട്ട് വെക്കും. അമ്മയിൽ നിന്നാണ് എനിക്ക് പകർന്ന് കിട്ടിയത്. എനിക്കും അവളേനെ അനിയത്തി അങ്ങനെ തന്നെ കേട്ടോ. അവളും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ മടക്കിയൊക്കെ വെക്കും. പിന്നെ അവിടെയും പേപ്പർ അവിടെയും ഞാൻ വിരിച്ചിട്ട് ദേവൂട്ടൻ്റെ ഡ്രസ്സെല്ലാം അവിടെ വെക്കും. ഞാൻ ആദ്യം നീളത്തിൽ ഇങ്ങനെ വെക്കാമെന്ന് വെച്ചു. അപ്പം ഇപ്പുറത്തെ സൈഡിൽ പഴയ ക്യാഷ്വലായിട്ട് ഇടുന്നേം വെക്കാമെന്നാണ് കരുതിയത്. പിന്നെ ഓർത്ത് വേറെ കുറച്ചും കൂടെ അവിടെ വെക്കാനായിട്ടുണ്ട്, സ്ഥലം തികയത്തില്ലല്ലോ. അപ്പം ഞാൻ പഴയ രീതിയിൽ ഇരുന്ന പോലെ തന്നെ വെക്കാമെന്നും കരുതി അത്രയും വെച്ചിട്ട് പിന്നെ ഞാൻ പുറമോട്ട് എടുത്തിട്ട് തിരിച്ച് തന്നെ വെക്കുവേ. അങ്ങനെ വെച്ചപ്പോഴത്തേക്കുണ്ടോ രണ്ട് ചരിച്ച് വെക്കുകയാണെങ്കിൽ 2 തട്ടായിട്ട് ഇങ്ങനെ വെക്കാം. അതൊക്കെ വലിയ ഡ്രസ്സാണ്. അതൊക്കെ പുറകിലോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ ഒത്തിരി വലുത്. 1 വയസ്സിലെ ബർത്ത്ഡേക്ക് 5 വയസ്സിൽ
ആകുമ്പോൾ ഇടാൻ പറ്റുന്ന അതൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അതുപോലത്തെയൊക്കെ കേട്ടോ ആ പുറകിലിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ നോക്കിയോണ്ട് കുറച്ച് ഇപ്പം ഇടാൻ പാകത്തിനുള്ള കുറച്ച് എടുക്കാത്തതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് ഫ്രണ്ടിൽ വെച്ച്. ഇനിയിപ്പോൾ ഇടാമല്ലോ. പിന്നെ ഷർട്ടുകൾ മാത്രമായിട്ടുള്ളതുണ്ടായിരുന്നു. ഷർട്ട് മാത്രമായിട്ട് മേടിക്കുമല്ലോ. അങ്ങനെ ഷർട്ട് മാത്രമായിട്ട് മേടിച്ച് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് മടക്കി വെച്ചു. അതൊക്കെ പുതിയതാ പുറകിലിടുന്നത്. വീട്ടിൽ സോറി, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടത്തില്ലേ, അതൊക്കെയാണ് ഏറ്റവും മേളിൽ വെച്ചിരിക്കുന്നത്. അടിയിലിരിക്കുന്നതൊക്കെ വലുതും. പിന്നെ ക്യാഷ്വലായിട്ട് അംഗൻവാടിയിലും പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളതൊക്കെയാണ് ഈ കട്ടിലിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഫ്രണ്ടിലുമായിട്ട് വയ്ക്കുവേ. സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത്രയും ഷർട്ട് അവിടെ ഇരുന്നുണ്ടോ. നേരത്തെ ഞാൻ കുറച്ച് വെച്ചപ്പോൾ തന്നെ നിറഞ്ഞ പോലെ തോന്നി. ഇതൊക്കെ അവൻ്റെ അംഗൻവാടി ഇടുന്നതും പുറത്ത് പോകുമ്പോൾ അല്ലാതെ ഇടുന്നതൊക്കെ. പിന്നെ ഞാൻ മേളിലത്തെ തട്ടിൽ നമ്മളുടെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെയാണ്. പൗഡർ, ലോഷൻ, ചീപ്പ്, പിന്നെ വള, കമ്മൽ, മാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെയൊക്കെ. ആ തട്ടിൽ നല്ല പൊടിയുണ്ട്. കാരണം പൗഡറൊക്കെ ഇങ്ങനെ എപ്പോഴും എടുക്കുകയും എപ്പോഴും നമ്മൾ ആ തട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ഒരുങ്ങുന്ന സ്ഥലം. അവിടെ അതുകൊണ്ട് പൊടിയൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ പേപ്പർ എടുത്തപ്പോൾ തന്നെ കുറേ പൊടി ഉണ്ടായിരുന്നു. പൗഡറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. താഴോട്ടിട്ടുകൊണ്ട് നിങ്ങളാരും ഇത് കണ്ടില്ല. പിന്നെ ഞാൻ തുണി എടുത്ത് തുടയ്ക്കാനെടുത്തപ്പോൾ അവിടെ കുറേ പേപ്പറും കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, കുറേ കാർഡൊക്കെ. അതങ്ങനെയാണല്ലോ, നമ്മുടെ അലമാരയുടെ തട്ടിൻ്റെ ഇടയിലൊക്കെ ഓരോന്നൊക്കെ കൊണ്ട് നമ്മൾ വെക്കുമല്ലോ, അതേപോലെ വെച്ചിരിക്കുന്നത്. പൊടിയൊക്കെ പിന്നെ തൂത്തിട്ട് ആ പേപ്പർ തന്നെ വിരിച്ചു. അതിനകത്ത് തിരിച്ചാണ് മടക്കി വെച്ചത് ആ പേപ്പറെ. പൗഡറിൻ്റെ ആ പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പണ്ട് വിവല് മേടിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന പാത്രമായിരുന്നേ. ഇവിടുത്തെ അമ്മ എനിക്ക് വന്നപ്പോൾ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആ 2 പാത്രം അതിനകത്ത് തന്നെ ഇപ്പോഴും ഇട്ട് വയ്ക്കുന്നത്. ഒരെണ്ണത്തിൽ ഞാൻ എൻ്റെയും മോളുടെയും വള ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റേതിനകത്ത് നെയിൽ പോളിഷ് റിമൂവർ, അങ്ങനെ നമ്മളുടെ ക്യൂടെക്സ് കയ്യിലിടുന്ന അതിൻ്റെ സംഭവങ്ങളെല്ലാം അതിനകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഒരു സാധനം താഴെ പോയി, അത് ഞാൻ എടുത്ത് അതിനകത്ത് തന്നെ വെച്ച് അങ്ങനെ ആ പെട്ടി എടുത്ത് അവിടെ വെച്ചു. പിന്നെ മാല, ചോക്കർ മാല, നെക്ലസ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ആ പാത്രത്തിൽ. പിന്നെ ഇതെൻ്റെ സ്ട്രെച്ച് മാർക്കിൻ്റെ ക്രീമാണ്, അത് അവിടെ വെച്ചേക്കുന്നു. അതിപ്പോൾ ഇടത്തില്ല, അതെടുത്ത് കളയണം, ഇതിൻ്റെ എക്സ്പീരി ഒക്കെ കഴിഞ്ഞതാണ്. ഇതിലും തമ്പുരുവിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണ്, ബോയും അതൊന്നും അങ്ങനെ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ പാത്രത്തിൽ ഇട്ടു. അത് മറ്റേ ഡ്രീം കേക്കിൻ്റെ പാത്രമായിരുന്നേ. അത് ഞാൻ അങ്ങനെ ആ തമ്പുരുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ പൗഡറിൻ്റെ പാത്രമാണ് മറ്റേത്. അതിനകത്ത് ഞാൻ ചീപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹിമാലയയുടെ കുഞ്ഞിൻ്റെ പൗഡറില്ലേ, ആ ബോക്സ് അതിൻ്റെ തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചീപ്പൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഹിമാലയയുടെ ലോഷനും പൗഡറും തന്നെയാണ് തമ്പുരുവിനും ദേവുവിനും ഉപയോഗിക്കുന്നത്. പിന്നെ പൗഡർ, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ, സൺസ്ക്രീൻ, അതൊക്കെ അവിടെ വെച്ച്. പിന്നെ കുഞ്ഞിൻ്റെ ചെറിയ തലയിടുന്ന ബണ്ണുണ്ടല്ലോ, ബുഷും സ്ലൈഡും അങ്ങനെയുള്ളതൊക്കെ കുഞ്ഞു പാത്രത്തിലൊക്കെ വെച്ച്. പിന്നെ പൗഡർ പഫ് ആ നീല പാത്രത്തിൽ. പിന്നെ കുറേ ഇതൊക്കെ ബാൻഡേഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, നെയിൽ കട്ടർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ പൊടി ആ ഡോറിനകത്തൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തുടച്ചു. സ്ഥലമില്ലാത്തതുകൊണ്ട് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഇതുണ്ട്. കട്ടിലും അലമാരയും കൂടി ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ആ ഇടയിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഫോണ് സത്യം പറഞ്ഞാൽ ജനലിലാണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ കൈ വെച്ച ഇതൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. എന്ത് രസം ഇങ്ങനെ നോക്കിയിരിക്കുക, എല്ലാം കഴിഞ്ഞല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ലാസ്റ്റത്തെ ലുക്ക് ഇതാണ്. വീട് ഞാൻ കുറച്ച് ബാക്കിലോട്ട് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒന്ന് ഫോൺ എടുത്ത് അടുത്തോട്ട് കാണിക്കുകയാണ്. അടുക്കിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.